ഇതിലേതാണ് അപരൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? രൂപത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും മിൽമയുടെ അപരൻ മിൽന. ഈ അപരന് കിട്ടിയതോ 8ന്റെ പണിയും. ഒരു പ്രോഡക്റ്റ് അതേപോലെ തന്നെ മറ്റൊന്നിറക്കിയാൽ എങ്ങനെയുണ്ടാകും? ഒരു ജനപ്രിയ ഡയറി ബ്രാൻഡാണ് മിൽമ. അതിനോട് സാമ്യപ്പെട്ടാണ് മിൽന ഇറക്കിയത്. പേരിന്റെ ഫോണ്ട് പോലും അതേപോലെ തന്നെ. ഇത് വിപണിയിൽ എത്തിയപ്പോൾ തന്നെ മിൽമ വാൺ ചെയ്ത് വിട്ടതാണ്. എന്നിട്ടും അത് ചെവി കൊടുക്കാതെയാണ് മിൽന വിപണിയിലെത്തിയത്. അങ്ങനെ 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതി 1 കോടി രൂപ പിഴയും പിഴ പലിശയും കോടതി ചിലവും ചുമത്തിയത്. മിൽമ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മിൽമയുടേതിന് സമാനമായ ഡിസൈനോ പാക്കിങ്ങോ ഉപയോഗിച്ച് പാലും പാൽ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിൽ നിന്നും പരസ്യപ്പെടുത്തുന്നതിൽ നിന്നും ഈ സ്വകാര്യ സ്ഥാപനത്തെ കോടതി വിലക്കി. അപ്പോൾ വ്യാജന്മാർ കോപ്പി അടിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ജനപ്രിയ ബ്രാൻഡുകളുടെ വ്യാജനിറക്കി ലാഭം ഉണ്ടാക്കുന്നത് മോഹിക്കേണ്ട. പണി പിന്നാലെ കിട്ടും. പിടി വീണാൽ ചില്ലറയൊന്നും ആയിരിക്കില്ല പിഴ അടയ്ക്കേണ്ടി വരിക. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ജനപ്രീതി നേടിയെടുക്കുന്നത് ചില്ലറ പണിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജന്മാരെ നിയമപരമായി നേരിടുക തന്നെ വേണം. സോ ഇതേപോലെ ഫേമസ് ബ്രാൻഡുകളുടെ അപരനെ നിങ്ങൾക്കറിയാമോ? എങ്കിൽ കമന്റ് ചെയ്യൂ.